9-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് സുദർശൻ ഗീതയെ ടൗണിൽ കൊണ്ടുപോയി 1,00,000 രൂപയ്ക്ക് ഒരാൾക്ക് വിൽക്കുന്നു. അത് കഴിഞ്ഞ് ഗീതയുടെ അമ്മ അപർണയെ ഒരു കാറിനടുത്ത് ഉപേക്ഷിച്ചിട്ട് വേറെ പെണ്ണുങ്ങളെ അന്വേഷിച്ച് ടൗണിലേക്ക് പോകുന്നു. ഗീതയെ വാങ്ങിയ ആൾ ഗീതയുമായി കിടക്ക പങ്കിടാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. ഇനി അയാൾ എന്തു ചെയ്യും? ഗീതയ്ക്കും അപർണയ്ക്കും നന്ദിനിക്കും എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ 10-ാം ഭാഗത്തിൽ കാണാം. ആ മനുഷ്യൻ ഗീതയോടൊപ്പം തന്റെ ആദ്യരാത്രി ആഘോഷിക്കാനുള്ള പ്ലാനിലായിരുന്നു. അയാൾ റൂം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. എനിക്കിതിനു മുൻപ് ഒരുപാട് ആദ്യരാത്രികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും സന്തോഷവും കൊതിയും എനിക്കിതിനു മുൻപ് ഉണ്ടായിട്ടേയില്ല. എല്ലാ തവണയും നന്നായി അലങ്കരിച്ച മുറിയിലേക്ക് ഞങ്ങൾ പോകാറാണ് പതിവ്. പക്ഷെ ഇത്തവണ സന്തോഷം കാരണം ഞാൻ തന്നെയാണ് ഈ മുറി അലങ്കരിച്ചത്. എൻ്റെ ഗീതപ്പെണ്ണ് നല്ല സാരിയൊക്കെ ഉടുത്ത് തലയിൽ പൂവും ചൂടി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാവും. ഞാൻ പോയി അവളെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരാം. ഗീതയോടൊപ്പം എൻ്റെ ആദ്യ രാത്രി. ഹ ഹ ഹ. ടൈറ്റിൽ കൊള്ളാം. കേൾക്കാൻ തന്നെ എന്താ രസം. എൻ്റെ ജീവിതം ഒരു സിനിമയാക്കിയാൽ നല്ല രസമായിരിക്കും. ഇങ്ങനെ ഓർത്ത് അയാൾ ഗീതയുടെ അടുത്തേക്ക് പോകുന്നു. അയാളുമായി കിടക്ക പങ്കിടാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഗീത അയാൾ കൊടുത്ത സാരിയും മറ്റും തറയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അത് കണ്ട അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവക്കുന്നു. എങ്കിലും അവളെ വഴക്കു പറയാൻ തോന്നാതെ അയാൾ സ്വയം കൺട്രോൾ ചെയ്ത് അവളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നോക്ക് ഗീത, നീ ഇപ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെയാണ്. ഈ കൂട്ടിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ആരും വരില്ല. നീ കരഞ്ഞ് നിലവിളിച്ചാൽ പോലും ഇവിടെ മൂന്നാമതൊരാൾ വരില്ല. അതായത് നമ്മൾ 2 പേരും മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഇനി നീ പറ. അയാളുടെ ഭീഷണി കലർന്ന വാക്കുകൾ കേട്ടപ്പോൾ ഗീതയ്ക്ക് കരച്ചിൽ വരുന്നു. അവൾ രക്ഷപ്പെടാൻ വേണ്ടി 4 പാടും നോക്കുന്നു. പക്ഷേ ഭിത്തിയല്ലാതെ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒന്നും അവിടെ കണ്ടില്ല. വിഷമം സഹിക്കാൻ കഴിയാതെ അവൾ കരയുന്നു. എന്തിനാ ഗീത നീ കരയുന്നത്? നീ ഞാൻ പറയുന്നതനുസരിച്ചാൽ നിന്നെ ഞാൻ രാജ്ഞിയെപ്പോലെ നോക്കും. നിനക്കൊരു ചെറിയ വിഷമം പോലും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താഗ്രഹിച്ചാലും അപ്പോൾ തന്നെ ഞാനത് നിനക്ക് കൊണ്ടുവന്നു തരും. പക്ഷേ നിന്നെ ഞാൻ പുറത്ത് വിടുമെന്ന് നീ കരുതേണ്ട. ഗീത കരയുകയായിരുന്നു. അവൾ ഇങ്ങനെ മറുപടി പറയുന്നു. സഹോദര, ഞാൻ നിങ്ങളെക്കാളും വളരെ ഇളയതാണ്. ഗീത സഹോദരൻ എന്ന് വിളിച്ചതും അയാൾക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം കാരണം അയാളുടെ കണ്ണു ചുവക്കുന്നു. അയാൾ അവളെ അടിക്കാൻ കൈ ഓങ്ങുന്നുവെങ്കിലും അവളെ അടിക്കുന്നില്ല. അയാൾ തന്റെ ദേഷ്യം വീണ്ടും കൺട്രോൾ ചെയ്യുന്നു. എന്നെ സഹോദരനെന്ന് വിളിക്കരുത് ഗീത. ഞാൻ നിന്റെ കൂടെ ഒരു നല്ല ആദ്യ രാത്രി പ്ലാൻ ചെയ്തിരിക്കുവാണ്. പക്ഷെ നീ എന്നെ സഹോദര എന്നാണോ വിളിക്കുന്നത്? ഞാൻ നിങ്ങളെക്കാൾ വളരെ പ്രായം കുറഞ്ഞവളാണ്. എന്നെ വെറുതെ വിടൂ. ഞാൻ കാലിൽ വീഴാം. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാം. എന്നെ വെറുതെ വിടണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അയാളുടെ കാലിൽ വീഴുന്നു. അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അയാൾ അവളെ പിടിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഗീത തന്റെ കൈ കൊണ്ട് അയാളെ പുറകിലേക്ക് തള്ളുന്നു. ഗീത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഞാൻ വേറെ ആരുടെയും കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ ഇത്ര ആഗ്രഹിച്ചിട്ടില്ല. മനസ്സിലായോ? ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇത്ര ക്ഷമ കാണിക്കുന്നത്. നിന്റെ സൗന്ദര്യം എൻ്റെ മാനം മയക്കുന്നു. എന്നെ വട്ടുപിടിപ്പിക്കുന്നു. നിന്നെ എൻ്റേതാക്കാതെ എനിക്ക് മനസമാധാനം കിട്ടില്ല. അയാളുടെ ഇത്തരം സംസാരം കേട്ട് ഗീത തന്റെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്നു. അയാൾ വളരെ മോശമായി അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ അത് കേൾക്കാതിരിക്കാൻ ചെവി പൊത്തിപ്പിടിച്ചു തന്നെ നിന്നു. ഇതേ സമയം നടന്നു നടന്ന് മടുത്ത അപർണ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നു. അവൾ 4 പാടും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അടുത്തെങ്ങും ഒരു ഗ്രാമത്തിന്റെ ലക്ഷണം പോലും അവൾ കണ്ടില്ല. അടുത്തൊന്നും ഒരു ഗ്രാമമുള്ളതായി തോന്നുന്നില്ല. ഈ വഴിക്ക് ആരെയും കാണുന്നുമില്ലല്ലോ. ഞാൻ എങ്ങോട്ട് പോകും? ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. നല്ല വിശപ്പും ദാഹവും ഉണ്ട്. എന്റെ മോള് ഗീത എവിടെയാണ്?
അവൾ ഏതവസ്ഥയിലാണ്? ഒന്നും അറിയത്തില്ലല്ലോ. ആ സുദർശൻ അവളെ എന്ത് ചെയ്തു കാണും? അവളെ ആർക്കെങ്കിലും വിറ്റ് കാണുമോ? അവളെ എന്ത് ചെയ്തു കാണും? ഇങ്ങനെ ഓർത്ത് അപർണ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ വിറകുകെട്ടും തലയിൽ വെച്ച് അതിലെ കടന്നുപോയി. ക്ഷീണം കാരണം അവൾ അയാളെ കുറച്ചു കഴിഞ്ഞാണ് കണ്ടത്. കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. അവൾ സകല ശക്തിയും എടുത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഹലോ, ഹലോ, മോനെ, ഹലോ, ഒന്ന് നിന്നേ. പക്ഷെ അയാൾ ഇതൊന്നും കേൾക്കാതെ നടന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപർണ വളരെ പാടുപെട്ട് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അയാളുടെ അടുത്ത് ചെന്ന് വിളിച്ചിട്ടും അയാൾ കേൾക്കാതെ വന്നപ്പോൾ അപർണയ്ക്ക് മനസ്സിലായി അയാൾ കേൾവിശക്തി ഇല്ലാത്ത ആളാണെന്ന്. അപർണ ഓടി അയാളുടെ മുന്നിൽ കയറി വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നു. കിതച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന അപർണയെ അപ്പോഴാണ് അയാൾ കാണുന്നത്. അയാൾ അവിടെ നിൽക്കുന്നു. കാട്ടിൽ ഈ സ്ത്രീക്ക് എന്താണ് കാര്യം? ഈ കാട്ടിലൊരു രാക്ഷസി ഉണ്ടെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷെ രാക്ഷസി സ്ത്രീയുടെ വേഷത്തിൽ ഇറങ്ങി നടക്കുമെന്ന് ആരും പറഞ്ഞില്ല. ദൈവമേ, ഇത് രാക്ഷസി തന്നെയായിരിക്കും. ഇതെന്താ ഇയാൾ എന്നെ കണ്ട് ഓടുന്നത്? എന്നെ കണ്ടാൽ ഭൂതമാണെന്ന് തോന്നുമോ? വിറക് കെട്ടും കളഞ്ഞ് ഓടാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ ഇവനെ വെറുതെ വിടില്ല. ഞാൻ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയണം. എനിക്ക് തിരിച്ചു ഗ്രാമത്തിലേക്ക് പോകണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവന്റെ പുറകെ ഓടാൻ തുടങ്ങുന്നു. അയാളും പുറകോട്ട് നോക്കി ഓടിക്കൊണ്ടിരുന്നു. അയാളുടെ പുറകെ ഓടി വരുന്നത് കണ്ട് അയാൾ സ്പീഡിൽ ഓടാൻ തുടങ്ങി. വെപ്രാളത്തിൽ ഓടിയപ്പോൾ അയാൾ വഴിയിലെ ഒരു കല്ല് കാണാതെ അതിൽ തട്ടി താഴെ വീഴുന്നു. അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഇത് കണ്ട അപർണ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരുവിധം എണീറ്റ് നിന്ന അയാൾ അപർണയെ കണ്ട് പേടിച്ചോടാൻ നോക്കുന്നു. പക്ഷേ അയാൾ ഓടാതിരിക്കാൻ അപർണ അയാളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അയാൾ പേടിച്ച് ഇങ്ങനെ പറയുന്നു: അയ്യോ രാക്ഷസി, ഇത് രാക്ഷസി തന്നെ. ഇത് കേട്ട അപർണയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നു: ഇയാൾക്കെന്താ ഞാൻ രാക്ഷസി ആയിട്ടാണോ തോന്നുന്നത്? എന്നെ കണ്ടിട്ട് എന്തിനാ ഇയാൾ പേടിക്കുന്നത്? പിന്നെ ആ സുദർശൻ എന്താ എന്നെ പേടി തോന്നാതിരുന്നത്? ഞാൻ കാല് പിടിക്കാം, എന്നെ വെറുതെ വിടൂ. എനിക്കൊരു ഭാര്യയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. ഒരു വീടുമുണ്ട്, ഒരു പശുവുമുണ്ട്. ഇത് കേട്ട അപർണ അത്ഭുതപ്പെട്ടു പോകുന്നു. നിന്റെ ഡയലോഗ് നിർത്ത്. നിന്റെ സംസാരം കേട്ടാൽ തോന്നും എനിക്ക് 2 ഭർത്താവും 2 വീടും 2 പശുവും ഒക്കെ ഉണ്ടെന്ന്. ചെവി കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ അവളെ നോക്കി നിൽക്കുന്നു. എന്നെ എന്തിനാ നീ പേടിയോടെ നോക്കുന്നത്? ഇത് ഏതു ഗ്രാമമാണ്? എന്റെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാമോ? അവൾ ഇങ്ങനെ തുടർച്ചയായി ചോദിച്ചതുകൊണ്ട് അയാൾ ഒന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതെന്നാ, ഞാൻ ഇത്രയും ചോദിച്ചിട്ടും നീ എന്നെ തുറച്ചു നോക്കുന്നത്? ഇങ്ങനെ ഓർത്തിട്ട് അവൾ അയാളുടെ കയ്യിലെ പിടുത്തം വിടുന്നു. കൈ വിട്ട ഉടനെ അയാൾ ഓടാൻ തുടങ്ങുന്നു. അയാൾ ഓടുന്നത് കണ്ട് അപർണ എന്തു ചെയ്യണമെന്നറിയാതെ വായും പൊളിച്ചു നിൽക്കുന്നു. ഇതേ സമയം പ്രസവവേദന കാരണം നന്ദിനി കിടന്നു പുളയുകയാണ്. ആ പുലി ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു തന്നെയുണ്ട്. ഡോക്ടർ വേദന കൊണ്ട് പുളയുന്ന നന്ദിനിയെ പരിശോധിക്കുന്നു. നോർമൽ ഡെലിവറി ആവാനുള്ള സാധ്യത കാണുന്നില്ല. കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്പറേഷൻ ചെയ്യണം. നഴ്സ്, പുറത്തു പോയി ഇവരുടെ ഭർത്താവിൻ്റെ ഒപ്പ് വാങ്ങി വരൂ. എന്നിട്ട് ഓപ്പറേഷന് വേണ്ട തയ്യാറെടുപ്പ് നടത്തൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട നന്ദിനി നഴ്സിനോട് ഇങ്ങനെ പറയുന്നു: ഇപ്പൊ എന്റെ ഭർത്താവിന് വരാൻ കഴിയില്ല നഴ്സ്. ഇപ്പൊ എന്ത് ചെയ്യും? ഓ, നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും മതിയാവും. അവരുടെ ഫോൺ നമ്പർ തരൂ. ഞാൻ അവരെ ഫോൺ വിളിച്ച് വരാൻ പറയാം. ലേറ്റ് ആയാൽ അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് ആണ്. നന്ദിനി നഴ്സിന് ഫോൺ നമ്പർ കൊടുക്കുന്നു. നഴ്സ് തന്റെ ഫോണിൽ നിന്ന് ആ നമ്പർ ഡയൽ ചെയ്യുന്നു. ഫോൺ ബെൽ അടിക്കുന്നുണ്ടെങ്കിലും ആരും അതെടുക്കുന്നില്ല. നഴ്സ് വീണ്ടും വീണ്ടും വിളിക്കുന്നു. പക്ഷെ ആരും എടുക്കുന്നില്ല.
ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഇല്ലേ? അത് സാരമില്ല, നിങ്ങളുടെ ഭർത്താവിന്റെ ഫോൺ നമ്പർ തരൂ. നന്ദിനി അവളുടെ ഭർത്താവിന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു. നഴ്സ് ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ഇതേ സമയം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തേക്ക് വന്നത് പുലി കാണുന്നു. പുലിയെ കണ്ട് ഡോക്ടർ പേടിച്ചു പോകുന്നു. ഡോക്ടർ സാറേ, അവർക്ക് എങ്ങനെയുണ്ട്? കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഇതിന് ഭർത്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത ബന്ധുക്കളോ സമ്മതപത്രം ഒപ്പിടണം. അവരെ അറിയിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേഴ്സ് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി താങ്കൾക്ക് ഇവിടെ നിന്ന് പോകാം. താങ്കളെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. ഇത് കേട്ട പുലി ഉച്ചത്തിൽ ചിരിക്കുന്നു. ആ ശബ്ദം ആശുപത്രിയിൽ മുഴങ്ങി കേൾക്കുന്നു. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.